ഞാൻ രാവിലെ എണീറ്റ് ബൈബിള് വായിച്ചു. ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 28-ാം വാക്യമാണ്. അതിനകത്ത് ഇപ്രകാരം പറയുന്നു: കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. രാവിലെ എണീറ്റു ബൈബിള് വായിച്ചപ്പോൾ ഈ ഒരു വചനം കിട്ടിയപ്പോഴത്തേക്കും മനസ്സിൽ തങ്ങിയ ഒരു വികാരം, ആ വികാരം ഒന്ന് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനത് നിങ്ങളെല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. അപ്പം കർത്താവിൻ്റെ രക്തം, കർത്താവ് പറയുന്ന കർത്താവിൻ്റെ രക്തം, സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭ, നമ്മുടെ സഭയെ അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോൾ സഭയെ എത്രമാത്രം അവർ മനസ്സിലാക്കുന്നില്ല എന്നൊരു വിഷമം എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു വിഷമത്തിൽ നിന്നായിരിക്കും ഒരുപക്ഷെ എനിക്ക് ഈ വചനം കിട്ടിയത്. സഭയെ നമ്മൾ എത്രമാത്രം നെഞ്ചോട് ചേർത്ത് പിടിക്കണം, നമ്മുടെ സഭയെ. അപ്പം ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം രക്തത്താൽ, കർത്താവിൻ്റെ സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നമ്മൾ. ആ വചനം വീണ്ടും വീണ്ടും വായിക്കും തോറും എൻ്റെ ഹൃദയത്തിൽ നമ്മൾ എത്രമാത്രം സഭയെ ചേർത്ത് പിടിക്കണം, നമ്മുടെ സഭയെ എത്രമാത്രം പരിപാലിക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വേറൊരു ഫ്രണ്ട് എന്നോട് പറയുകയുണ്ടായി, നിങ്ങൾ ദശാംശമൊക്കെ കൊടുക്കുന്നത് റിട്രീറ്റ് സെൻറ്ററിലും അങ്ങനെയൊക്കെ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല, അല്ലാതെ പാവങ്ങളെ സഹായിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി അങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന്. നമ്മൾ റിട്രീറ്റ് സെൻറ്ററിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്ന റിട്രീറ്റ് സെൻറ്ററിൽ നമ്മൾ കൊടുക്കുന്നു, അവിടെ അത് കൊടുക്കുമ്പോൾ അവിടെ സുവിശേഷം പ്രഘോഷിക്കുന്നു, സഭയെ പരിപാലിക്കുന്നു, അങ്ങനെ ഒരു മോട്ടീവോടുകൂടി പോകുന്ന ആ ഒരു റിട്രീറ്റ് സെൻറ്ററും അവരും ഒക്കെ സഭയെ പരിപാലിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ് എന്നുള്ളത് ഈശോ എന്നോട് കാണിച്ചു തരിക ചെയ്തത്. ഇന്ന് ഈശോയുടെ ഈ വചനത്തിലൂടെ ഇന്ന് കടന്നു പോയപ്പോൾ ഈശോ കാണിച്ചു തന്ന ഈ വചനം എൻ്റെ നെഞ്ചിലേറ്റി അത് സഭയോട്, അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഇന്ന് ഈ രാവിലത്തെ പ്രഭാതം നിങ്ങൾക്ക് ഞാൻ പ്രഭാതത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടി, അപ്പം ഞാനിത് എനിക്ക് കിട്ടിയത് ഇത് മാത്രം എൻ്റെ മനസ്സിൽ വെച്ചാൽ മാത്രം പോരല്ലോ. അപ്പം ഞാനോർത്ത് സഭയെ സ്നേഹിക്കുന്നവർ ഒന്നുകൂടി കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് ഈ ഒരു വചനം ഉപകരിക്കട്ടെ എന്ന്. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും ഈ വചനം ഒന്നും കൂടെ വായിച്ച് നെഞ്ചിലേറ്റണം. നമ്മുടെ സഭയെ പരിപാലിക്കണം, നമ്മുടെ സഭയെ, പരിശുദ്ധ സഭയെ, ആ സഭയെ ഏറ്റവും മനോഹരിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി ആ വചനം വായിച്ചുകൊണ്ട് അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 28-ാം വാക്യം: കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടണം. പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ സഭയിലെ അച്ഛന്മാരും കന്യാസ്ത്രീകളും മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും സഭയെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ സഭയെ പരിപാലിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്നുള്ള ഈ വചനത്തിൽ നിന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്.